വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. ആക്ച്വലി എൻ്റെ ചാനലിൻ്റെ പേര് ലീനു സ്റ്റോക്സ് എന്നായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതങ്ങ് ഇപ്പം മാറ്റിയത് വേറൊന്നുമല്ല, കാരണം ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തും സെയിം നെയിം തന്നെ അങ്ങ് ആഡ് ചെയ്തേക്കാമെന്നങ്ങ് വിചാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ നെയിമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ ഒരു പേരാണ് എനിക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അത് മാറ്റേണ്ടി വന്നാൽ മാറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല. കാരണം ലൈഫെന്ന് പറയുന്നത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാലയാട്ടോ. അപ്പം ഞാനിങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇടണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കത് എടുക്കാനുള്ളൊരു മൈൻഡ് നമ്മുടെ ശരിയാവണമല്ലോ, എന്തെങ്കിലേ അത് കറക്റ്റായിട്ടത് വരുത്തുള്ളൂ. ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ആണെങ്കിലും കുറച്ചൊക്കെ ഇംപെർഫെക്റ്റ് ഉണ്ട്. ക്യാമറ വെച്ചതിലൊക്കെ സ്റ്റാൻഡ് കുറച്ച് നീങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഞാനത് എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ എനിക്ക് വീണ്ടും എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ കോഡാണ്. നമുക്ക് കോട്ടൺ കോഡും എടുക്കാം, നൈലോൺ കോഡ് എടുക്കാം, മാക്രൈം ത്രെഡ് എടുക്കാം, എന്ത് വേണേലും എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാനിവിടെ കോട്ടൺ കോഡാണ് എൻ്റെ അതേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം മാക്രൈം ത്രെഡ് എൻ്റെ തീർന്നിരിക്കുകയാണ്. മാക്രൈം ത്രെഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ സർവീസ് ഉള്ള എൻ്റെ ഏരിയയിൽ ആ സർവീസ് ഇപ്പോൾ ഇല്ല കേട്ടോ. സർവീസ് ഉള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ അങ്ങനെ വഴി വേണമെങ്കിൽ വലിയ ബണ്ടിലായിട്ടൊക്കെ നിങ്ങൾ സൈസ് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ സ്റ്റോർസിൽ നിന്ന് ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഈ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് സ്റ്റോറുകളുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോസ് കാണുമെങ്കിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഒന്നും അങ്ങനെ വാങ്ങിക്കാനൊന്നും പോകാറില്ല, ചിലതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാറുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കോട്ടൺ കോഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റോളായിട്ടാട്ടോ കിട്ടുന്നത്, അല്ലാതെ കട്ട് ചെയ്തൊന്നും ഇത് കിട്ടത്തില്ല. അപ്പം അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഡോരിയാണ് ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡോരി സെറ്റാക്കുമ്പോൾ തന്നെ നമ്മൾ ഡോരി സെറ്റാക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ എല്ലാ ചാനലിലും അത് ഉണ്ട്. അപ്പം ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ചാനൽസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം, അല്ല ഒന്നേന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ത്രെഡ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടാസൽ സെറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പുറയിൽ ഇങ്ങനെ കുഞ്ചലം പോലെ ഇങ്ങനെ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ആ ഒരു ടാസൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടാസൽസ് വാങ്ങിക്കാൻ കിട്ടും, മീൻസ് ബീഡ്സിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഞാനിപ്പോൾ ത്രെഡിൻ്റെ ഒരു മൾട്ടി കളർ ടാസലാട്ടോ ഇവിടെ ചെയ്തത്. ഓൾറെഡി ഞാൻ വേറൊരു മാല ചെയ്തതിൻ്റെ ഒരു ത്രെഡ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ ഞാനിങ്ങ് അഴിച്ചിങ്ങെടുക്കുമായിരുന്നു. ആക്ച്വലി നിങ്ങൾക്കിത് അൺകംഫർട്ടബിളായിട്ട് ഈ ഒരു വീഡിയോ ഫീൽ ചെയ്യുമായിരിക്കും, കാരണം ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. പിന്നെ എന്തായാലും കഷ്ടപ്പെട്ടെടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്യാമറ വെച്ച് തെറ്റിയാട്ടോ, മീൻസ് ക്യാമറ കറക്റ്റായിട്ടാണ് ഇരുന്നത്, പക്ഷേ ആ സ്റ്റാൻഡിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാട്ടോ. ഓൾറെഡി കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മീൻസ് ആദ്യം നമ്മൾ ത്രെഡ് ഡോരി ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ ടാസലൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഇതിൽ ഐഡിയ ഉള്ളവർക്ക് ഏകദേശം ഈ ഒരു കാര്യം മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ പശ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് ഞാൻ ഫെവി ബോണ്ട് ആട്ടോ യൂസ് ചെയ്യുന്നത്. ചിലർക്കാണെങ്കിൽ മറ്റേ വേറെ പശയൊക്കെ ആയിരിക്കും ചിലർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. വേറെ പശ എന്ന് പറയുന്നത് ഈ ക്ലോത്തിലൊക്കെ ഒട്ടിക്കുന്ന പശയൊക്കെയാണ്, പേരൊക്കെ മറന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട്. പിന്നെ ഒരു പിങ്ക് ബ്ലൂ ഒക്കെ ഉള്ള ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ ബി 6000 ആണോ 7000 ആണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു പശയും കൂടെ ഉണ്ട്. അങ്ങനെ കുറേ പശകൾ മാർക്കറ്റിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നിൻ്റെയും ഇതറിയത്തില്ല. അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്തതിൽ ഞാൻ പണ്ട് മുതലേ ഫെവി ബോണ്ടിൻ്റെ ആളായിരുന്നു കേട്ടോ. കാരണം പണ്ട് ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഫെവി ബോണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ ഡോരി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിലർ ഗിയർ വയർ യൂസ് ചെയ്യുന്നത്. ഗിയർ വയർ എന്ന് പറയുന്നതാണ് ഈ ഒരു സംഭവം, ഈ ഒരു ത്രെഡാണ് ഗിയർ വയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിനകത്ത് കമ്പിയും ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്.
അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാം, ഇത് ചെറിയൊരു കമ്പിയുണ്ട്. ആ കമ്പി കയ്യിൽ കയറിക്കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേട്ടോ, മീൻസ് വേദന എടുക്കും കേട്ടോ. അപ്പം നിങ്ങളത് കട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം കാലയിലൊന്നും ഇവിടെ എൻ്റെയൊക്കെ ആണെങ്കിൽ എൻ്റെ കാലയിൽ കയറും, അമ്മയുടെ കാലയിലാണ് മിക്കവാറും ഇതിൻ്റെ ആ ഒരു കുഞ്ഞ് കമ്പി കയറുന്നത്. പിന്നെ ഫിഷിംഗ് ത്രെഡ് യൂസ് ചെയ്യാം, നൈലോൺ ത്രെഡ് യൂസ് ചെയ്യാം, ബീഡിങ് ത്രെഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ത്രെഡുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ആട്ടോ. പിന്നെ വുഡൻ ബീഡ്സ് ആണ്. ഈ മാറ്റ് ഫിനിഷ്ഡിൻ്റെ കുറച്ച് റേറ്റ് എന്നല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഹോൾസെയിലായിട്ടൊന്നും അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഹോൾസെയിൽ എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് എൻക്വയറി വരുന്ന അനുസരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വലിയൊരു ഇതായിട്ടൊക്കെ എക്സ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ എടുക്കാം. അതിനൊക്കെ നമ്മൾ തന്നെ മെനക്കെട്ടെങ്കിലേ ഡീലേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഇന്ത്യ മാർട്ടൊക്കെ ചൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്തു നിന്നൊക്കെ ഡീലേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് സംസാരിച്ച് അവരുമായിട്ട് ട്രസ്റ്റ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ പോയി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി, ബിഗ് എമൗണ്ടൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം നമ്മുടെ മാല ഫൈനലി വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ ഒരു ഡിസൈൻ അല്ലാതെ വേറെ ഏത് ഡിസൈനിലും നമുക്കിത് ചെയ്യാം. ബ്ലാക്ക് ബീഡ്സ് ഇടാതെ തന്നെ ബ്ലാക്കിന് പകരം മഞ്ചാടിയുടെ ആ ഒരു സംഭവം ഇട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടി കളർ വെച്ചിട്ട് ചെയ്യാം, സാരിയുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് ചെയ്യാം, ആ ഒരു കളർ ചേഞ്ച് അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് ബ്ലാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. അത് മീൻസ് ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്നൊരു സംഭവമാണല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഗിയർ ലോക്ക് ഇട്ടത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലരതിങ്ങനെ കെട്ടി വെക്കുന്നവരുണ്ട്. എനിക്ക് പക്ഷേ കെട്ടി വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മീൻസ് ഇത് പഠിച്ച ആൾക്കാരുണ്ട്. ഞാനെന്ന് പറയുന്നത് ഇത് പഠിച്ച ഒരാളല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് ഞാൻ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്താണ് ഇതിൽ പെർഫെക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ മാല എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഗായ്സ്.